4 ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല സന്ദർശനത്തിനിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത് എന്ന ആക്ഷേപം ശക്തമാകുമ്പോഴും അത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന വാദത്തിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പും ജില്ലാ കളക്ടറും. ഹെലിപ്പാഡിലെ എച്ച് മാർക്കിനേക്കാൾ പിന്നിലായി ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. സംഭവത്തിൽ കേന്ദ്ര സർക്കാരോ രാഷ്ട്രപതി ഭവനോ ഇതുവരെ ഒരു വിശദീകരണവും ചോദിച്ചിട്ടില്ല എന്ന് ആഭ്യന്തര വകുപ്പും വ്യക്തമാക്കുന്നു. പത്തനംതിട്ടയിലെ പ്രമാടത്ത് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തപ്പോൾ ഹെലിപ്പാഡിൽ ടയർ പുതഞ്ഞതാണ് സുരക്ഷാ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിനിടെ പരിഹാസരൂപേണയുള്ള വിവാദ പരാമർശം നടത്തി KU ജിനീഷ് കുമാർ MLA പുലിവാല് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ടയർ താഴ്ന്നാലും ഹെലികോപ്റ്റർ മുകളിലേക്കല്ലേ പോകുന്നത് എന്നായിരുന്നു MLAയുടെ ചോദ്യം. ഇതിന് പിന്നാലെ VIP ദർശനത്തെ വിമർശിച്ച് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട നിയുക്ത ആലത്തൂർ DYSPയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് പാലക്കാട് SP. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി ഉണ്ടായേക്കും. അങ്ങനെ രാഷ്ട്രപതിയുടെ കേരള സന്ദർശനം വിവാദത്തിൽ മുങ്ങിയിരിക്കുകയാണ്. രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ യാത്രയുടെ മേൽനോട്ടം വ്യോമസേനയ്ക്കായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് സുരക്ഷാ വീഴ്ച ഇല്ല എന്നാണ് സംസ്ഥാന പൊതുഭരണ വകുപ്പും DGPയും വ്യക്തമാക്കുന്നത്. സംഭവം രാഷ്ട്രപതി ഭവനോ കേന്ദ്ര സർക്കാരോ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തുകയോ ഇതേവരെ വിശദീകരണം ചോദിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത്. ലാൻഡിംഗ് ഉൾപ്പെടെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയത് വ്യോമസേനയിലെ സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് എന്നും ആഭ്യന്തര വകുപ്പ് വിശദമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ കൂടുതൽ നടപടികൾക്ക് പോകില്ല എന്നാണ് സൂചന. അതേസമയം സുരക്ഷാ വീഴ്ചയില്ലെന്ന ആഭ്യന്തര വകുപ്പ് നിലപാട് ആവർത്തിക്കുമ്പോഴും ഹെലികോപ്റ്ററിന് താഴ്ചയുണ്ടായി എന്ന കാര്യം ജില്ലാ കളക്ടർ അംഗീകരിക്കുന്നുണ്ട്. 1/2 ഇഞ്ചിന്റെ താഴ്ച ഉണ്ടായെന്ന് ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ ഹെലിപ്പാഡിന്റെ ഉറപ്പിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് കളക്ടർ പറയുന്നു. ഹെലിപ്പാഡിലെ H മാർക്കിനേക്കാൾ പിന്നിലായാണ് ലാൻഡിംഗ് നടന്നത്. സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യില്ലായിരുന്നുവെന്നും കളക്ടർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ പോലീസുകാർ തള്ളി നീക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് പോലീസിനെ നാണക്കേടിലാക്കി. പലതരത്തിലുള്ള ട്രോളുകൾക്കും ആക്ഷേപങ്ങൾക്കും ഇത് ഇടയാക്കുകയും ചെയ്തു. മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് സുരക്ഷാ വീഴ്ചയ്ക്ക് ഇടയാക്കിയത് എന്ന വിമർശനവും ഇതിനിടെ ഉയർന്നിട്ടുണ്ട്. തുലാമാസ പൂജയ്ക്കായി ശബരിമല തുറന്നതു മുതൽ ദിവസേന സന്നിധാനത്തും പമ്പയിലും പരിസരങ്ങളിലും മഴ പെയ്തിരുന്നു. രാഷ്ട്രപതിയുടെ സന്ദർശന ദിവസമായ ബുധനാഴ്ച മഴ ഉണ്ടാകുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുമുണ്ടായിരുന്നു. എന്നിട്ടും മുൻകരുതലുകൾ സ്വീകരിച്ചില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. നിലയ്ക്കലിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിരുന്നു. ബുധനാഴ്ച രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നുവെങ്കിലും ഉച്ചയോടെ നിലയ്ക്കലിൽ മഴ ആരംഭിച്ചു. രാവിലെ രാഷ്ട്രപതി നിലയ്ക്കലിൽ ഇറങ്ങിയിരുന്നുവെങ്കിൽ മടക്കം പ്രതിസന്ധിയിലാകുമായിരുന്നുവെന്നും വിലയിരുത്തലുണ്ട്. നിലയ്ക്കലിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്നത് ഒഴിവാക്കിയത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തെക്കുറിച്ച് വിവരം ലഭിച്ച് 2 ആഴ്ചയിലധികം സമയം ലഭിച്ചിട്ടും വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചില്ല എന്നും പത്തനംതിട്ടയിലെ പ്രമാടത്ത് ഹെലിപ്പാഡ് ഒരുക്കാൻ തലേ ദിവസം രാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നത് വൻ വീഴ്ചയാണ് എന്നുമാണ് വിലയിരുത്തൽ. പ്രമാടത്ത് ഹെലിപ്പാഡ് പുതുതായി കോൺക്രീറ്റ് ചെയ്യാൻ വൈകിയതും നിലയ്ക്കലിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ തയ്യാറാക്കേണ്ട മറ്റു പ്ലാനുകൾ പരിശോധിക്കാതിരുന്നതും വീഴ്ചയാണ്. അതിനിടെ രാഷ്ട്രപതിയുടെ VIP ദർശനത്തെ വിമർശിച്ച് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട നിയുക്ത ആലത്തൂർ DYSPയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് പാലക്കാട് SP. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി ഉണ്ടായേക്കും. ഷൊർണൂരിൽ നിന്ന് ആലത്തൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ DYSP R മനോജ് കുമാറാണ് വാട്സാപ്പ് സ്റ്റാറ്റസിന്റെ പേരിൽ പുലിവാല് പിടിച്ചിരിക്കുന്നത്. വാട്സാപ്പ് സ്റ്റാറ്റസ് സംബന്ധിച്ച് വകുപ്പ് തല അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന. വ്യക്തിക്കായി ആരെയും തടയരുത്, ആർക്കും VIP പരിഗണന നൽകരുത്, വാഹനത്തിൽ മല കയറ്റരുത് തുടങ്ങിയ കോടതി വിധികൾ കാറ്റിൽ പറത്തി എന്ന് തുടങ്ങുന്ന സ്റ്റാറ്റസ് വിവാദത്തിന് വഴിമരുന്നിട്ടതോടെ ഡിലീറ്റ് ചെയ്തുവെങ്കിലും സാമൂഹിക മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഇത് ചർച്ചയായി. പള്ളിക്കെട്ട് നേരിട്ട് മേൽശാന്തി ഏറ്റുവാങ്ങി തിരുനടയ്ക്കകത്ത് വെച്ചു, യൂണിഫോമിട്ട സെക്യൂരിറ്റി 18-ാം പടി ചവിട്ടി, പലവിധ ആചാര ലംഘനങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റും ഉദ്യോഗസ്ഥരും നടത്തിയിട്ടും സംഘികളും കോൺഗ്രസും നാമജപ ഘോഷയാത്ര നടത്തിയില്ല, മാപ്രകൾ ചിലച്ചില്ല. ഇത് പിണറായി വിജയനോ മന്ത്രിമാരോ ആയിരുന്നുവെങ്കിൽ എന്താകും പുലിവാല്? അപ്പോൾ പ്രശ്നം വിശ്വാസമോ ആചാരമോ അല്ല, രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാണ് സ്റ്റാറ്റസ് അവസാനിക്കുന്നത്. അതേസമയം വാട്സാപ്പിൽ ലഭിച്ച സന്ദേശം അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആയതാണ് എന്നാണ് DYSP R മനോജ് കുമാറിന്റെ മറുപടി.
ഇതുകൊണ്ട് സഹപ്രവർത്തകർ അറിയിച്ചപ്പോൾ തന്നെ നീക്കം ചെയ്തു. ഇതിനകം ചിലർ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിച്ചതാണ് പ്രശ്നമായത് എന്നും അദ്ദേഹം വ്യക്തമാക്കി.